മുഹമ്മദ് നബി അള്ളാഹു അല്ല എന്ന വിശ്വാസത്തോടു കൂടി മുഹമ്മദ് നബിയോട് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാണോ അത് തൗഹീദാണോ എന്ന് നമ്മുടെ നാട്ടിൽ ശിർക്ക് പ്രചരിപ്പിക്കുന്ന ആ മൊയ്ലാർ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കി. മുഹമ്മദ് നബിയെ സഹായിക്കണേ എന്നുള്ളതും മുഹമ്മദ് ദൈവമേ സഹായിക്കണേ എന്നുള്ളതും ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം സുന്നികൾ മനസ്സിലാക്കുന്നുണ്ട്. ഒന്നാമത്തേത് തൗഹീദും രണ്ടാമത്തേത് ശിർക്കുമാണെന്ന് സുന്നികൾ മനസ്സിലാക്കുന്നുണ്ട്. ഇനി ഫാത്തിഹ സൂറത്തിലെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം ഞങ്ങളെ നേരായ മാർഗത്തിലാക്കി തരണേ എന്ന് മൊഹീദ്ദീൻ ഷെയ്ഖിനോട് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാവുകയോ എന്നുള്ളത് ഇവരുടെ തലപ്പത്തിരിക്കുന്ന ഒരു പണ്ഡിതൻ തന്നെ ഒരു സംവാദത്തിൽ പറയുന്നുണ്ട്. അതും കൂടി ഒന്ന് കേട്ടോക്ക്. ദീനുൽ ഇസ്ലാമിന്റെ മാർഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹീദ്ദീൻ ഷെയ്ഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം മുഹീദ്ദീൻ ഷെയ്ഖ് ഖാലിഖല്ല, ഒരു മുഹീദ്ദീൻ ഷെയ്ഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെ അതിന്റെ വിധി, അത് ശിർക്കല്ല. നഊദു ബില്ലാഹ്. കേട്ടില്ലേ മറുപടി? ഇതാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഈ സമസ്ത എന്നുള്ളത്. അതായത് അള്ളാഹു അല്ല എന്ന വിശ്വാസത്തോടു കൂടി ആരോട് വേണമെങ്കിലും പ്രാർത്ഥിക്കാമെന്ന്. ഇപ്പം കാന്തപുര ഉസ്താദ് അള്ളാഹു അല്ല എന്ന വിശ്വാസത്തോടു കൂടി കാന്തപുര ഉസ്താദോട് പ്രാർത്ഥിച്ചാലും ശിർക്കല്ല എന്ന്. ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹു അല്ല എന്ന വിശ്വാസത്തോടു കൂടി ഈസാ നബിയോട് പ്രാർത്ഥിച്ചാലും അത് ശിർക്കല്ല എന്നാണ് ഇവർ പറയുന്നത്. ഒരു മരം അത് ദൈവമല്ല എന്ന വിശ്വാസത്തോട് ആ മരത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ശിർക്കല്ല എന്ന്. ഇതാണ് ഇവരുടെ വിശ്വാസം. 950 വർഷം നൂഹ് നബി അലൈഹിസ്സലാം പ്രബോധനം ചെയ്തത് ഈ ഒരു ആശയമാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടാലത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടുള്ളത് ഈ ഒരു ആശയം പ്രചരിപ്പിച്ചതിനാണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭ്രാന്തനെന്നും കള്ളനെന്നും മജ്നൂൻ എന്നൊക്കെ വിളിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഒരു ആശയം പ്രചരിപ്പിച്ചതിനാണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് നിങ്ങൾ ലാത്തയോടും മുസ്സയോടും മനാത്തയോടൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചോ, പക്ഷെ നിങ്ങൾ അള്ളാഹു അല്ല എന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി എന്നാണോ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതല്ല ഇസ്ലാം. ഇസ്ലാം പഠിപ്പിക്കുന്ന തൗഹീദ് ഇതല്ല. ഈ ഒരു വിശ്വാസവുമായി കൊണ്ട് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടാണ് നാളെ പരലോകത്തെത്തുന്നതെങ്കിൽ നരകം ഉറപ്പാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. ശിർക്ക് എന്നുള്ളത് അള്ളാഹു തആല ഒരിക്കലും പുറത്തു തരൂല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാത്ത എല്ലാ പാപങ്ങളും പുറത്തു തരും. പക്ഷെ ശിർക്ക് എന്നുള്ളത് അള്ളാഹു തആല ഒരിക്കലും പുറത്തു തരൂല. ശിർക്ക് ചെയ്തവന് നരകം ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്കുക. ഈ പിഴച്ച ആശയം പ്രചരിപ്പിക്കുന്ന ഈ സമസ്തയിൽ നിന്ന് തന്നെ നിങ്ങളൊന്ന് വിട്ടു നിൽക്കണം എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്.